അബ്ദുൽ നാസർ മദനി നമുക്കെല്ലാവർക്കും അറിയാം. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അല്ലെങ്കിൽ അദ്ദേഹം 9 വർഷമാണ് ജയിലിൽ കഴിഞ്ഞത്. 9 വർഷത്തിന് ശേഷം കോടതി വിധിച്ചു അദ്ദേഹം നിരപരാധിയാണ്, പുറത്തു പോകാമെന്ന്. അപ്പോൾ ആ 9 വർഷത്തിന് ആര് മറുപടി പറയും? പിന്നീട് അദ്ദേഹം മറ്റൊരു കേസിൽ ഇപ്പോഴും വിചാരണ നേരിടുകയാണ്. അതുപോലെ എത്രയോ ആളുകൾ രാജ്യത്ത് ജയിലുകളിൽ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന ഒരു വാർത്ത, 2006 മുംബൈ സ്ഫോടന കേസിൽ 12 പേരാണ് ശിക്ഷിക്കപ്പെട്ടത്. അതിൽ 5 പേരെ വധശിക്ഷയ്ക്കാണ് വിധിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ബോംബെ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു ഈ 12 പേരും നിരപരാധികളാണ്, അവർക്കെതിരെ തെളിവ് ഇല്ല എന്ന്. അപ്പോൾ 18 വർഷമാണ് അവർ ജയിലിനുള്ളിൽ കഴിഞ്ഞത്. അവർക്ക് ആ 18 വർഷം ആര് തിരിച്ചു കൊടുക്കും? നിഷാദ്, ഇത്തരം കേസുകൾ നിരന്തരം രാജ്യത്തുണ്ടാവുകയാണ്. ഒരുപാട് തീവ്രവാദ കേസുകളിൽ നിരവധി യുവാക്കൾ ജയിലിൽ അകപ്പെടുന്നു. പക്ഷേ അവരെ ആരെയും ശിക്ഷിക്കപ്പെടുന്നതായി വാർത്തകൾ വരുന്നില്ല. വെറുതെ വിടുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ കിരാത നിയമങ്ങൾ ഇങ്ങനെ ആളുകളെ ജയിലിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഈ പിടിക്കപ്പെടുന്ന എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ഓൾറെഡി 18 വർഷത്തെ ശിക്ഷ അനുഭവിച്ച മനുഷ്യരാണിവർ. തൂക്കിക്കൊല്ലപ്പെട്ട ആളുകൾ പോലുമുണ്ട്, വധശിക്ഷ നടപ്പിലാക്കപ്പെട്ട ആളുകളുണ്ട്, അത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ ആളുകൾ വെറുതെ വിടപ്പെടുന്ന സംഭവങ്ങളും സമീപ വർഷങ്ങളിൽ ഉണ്ടാകുന്നു. 2023 രാജസ്ഥാനിലെ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കുറേയധികം ആളുകൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ വിട്ടയക്കുന്നത്. ആ വിധി വന്നിട്ടില്ലെങ്കിൽ അവരെ തൂക്കിക്കൊല്ലും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പക്ഷേ കോടതി അവരെ കുറ്റവിമുക്തരാക്കുകയാണ്, തെളിവില്ല എന്ന് കണ്ട്. ഇത് ഇന്ത്യൻ ജനസാമാന്യത്തെ ആകെ പിടിച്ചുകുലുക്കിയ സംഭവമാണ് 2006. 7-8 സ്ഥലങ്ങളിൽ ഒരേ സമയം സ്ഫോടനം ഉണ്ടാകുന്നു. 189 ആളുകൾ മരിക്കുന്നു. 700-ിലധികം പേർക്ക് പരിക്കേൽക്കുന്നു. വലിയ നടുക്കം ഉണ്ടാക്കിയ, ഇന്ത്യൻ സൊസൈറ്റിയിലാകെ തന്നെ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയ ഒരു ഭീകരാക്രമണമായിരുന്നു. 189 പേര് ഒറ്റയടിക്ക് ഒരു ദിവസം സ്ഫോടനം ഉണ്ടായി മരിക്കുക. നമ്മുടെ നഗരങ്ങളിൽ നിരന്തരമായി സ്ഫോടനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് സംഭവിക്കുന്നത്. 2005 തുടങ്ങി 2011 വരെ നിരന്തരമായി ഉണ്ടായ ആക്രമണങ്ങളുടെ പരമ്പരയുണ്ട്. അതിൽ ഏറ്റവും ഭയാനകമായ ഒന്ന് പിന്നെ ഉണ്ടാകുന്നത് മുംബൈ ഭീകരാക്രമണം, മറ്റേ ഹോട്ടൽ ആക്രമിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടായ ഒരു ഭയാനകമായ സിറ്റുവേഷൻ ഉണ്ട്. അതിന് പിന്നാലെ വളരെ പെട്ടെന്ന് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് രംഗത്ത് വരുന്നു, അന്വേഷിക്കുന്നു, 12 പേരെ പിടിക്കുന്നു. അവർക്ക് ലഷ്കർ എ തൊയ്ബയുമായിട്ടും സിമിയുമായിട്ടും ബന്ധമുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ISIയുടെ സഹായം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. മൊക്കൊക്കെ ചുമത്തുന്നു. വളരെ പെട്ടെന്ന് ഇവരെ എല്ലാം ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചും ജയിലിലടയ്ക്കുന്നു. അവരിൽ 5 പേരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. ബാക്കി 7 പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു. അങ്ങനെ കോടതി തീരുമാനമെടുത്ത് മുസ്ലിം മൗലികവാദികൾ, തീവ്രവാദികൾ രാജ്യത്ത് നടപ്പിലാക്കിയ ഭീകരാക്രമണങ്ങൾ ഒന്നുകൂടി എന്ന് തീർപ്പ് കൽപ്പിക്കപ്പെട്ട ഒരു കേസിലാണ് മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞ് കോടതി വിട്ടയക്കുന്നത്. എന്താണ്? ഒന്ന്, പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾക്ക് വിശ്വാസയോഗ്യതയില്ല. 2, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സാക്ഷികൾ പറയുന്നതിൽ അവിശ്വസനീയതയുണ്ട്. 3, നിങ്ങൾ ഇതിനകത്ത് പ്രതികളെ കൊണ്ട് കുറ്റസമ്മത മൊഴിയുണ്ട്, അവയെല്ലാം പീഡിപ്പിച്ച് പറഞ്ഞതാണ്. എന്നീ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേസ് കോടതി എടുത്ത് കളയുകയും ഇവരെ മോചിതരാക്കാൻ, മറ്റ് കേസുകളൊന്നും ഇവർക്കെതിരെ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇവരെ ഒഴിവാക്കണമെന്ന് പറയുന്നത്. 18 വർഷം അവിടെ നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ സംഗതികളുണ്ട്, നമുക്കറിയാം. ഇനിയും പുറത്തിറങ്ങാൻ കഴിയാത്ത സക്കരിയമാർ നമ്മൾ ഒരുപാട് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. കശ്മീരിൽ നിന്നൊക്കെ പിടിക്കപ്പെട്ടതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് വിട്ടയക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ കഥ നമ്മൾ ഓൾറെഡി ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ 18 വർഷം പോയി. പക്ഷേ ആ കേസിൽ ഈ 12 വരെയും കോടതി കുറ്റവിമുക്തരാക്കുന്നു. കൊണ്ടുവന്ന തെളിവുകളൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്നു. അപ്പോൾ മൗലികമായ ചോദ്യമുണ്ട്, ആരാണ് ഈ സ്ഫോടനം നടത്തിയത്? സ്ഫോടനം നടത്തിയ ഒരു സംഘം ഉണ്ടാവുമല്ലോ. ഇത്രയും വലിയ കൊടി കെട്ടിയ അന്വേഷണം നടത്തി സിമി, ISI അല്ലെങ്കിൽ ലഷ്കർ എ തൊയ്ബ, ഇന്ത്യൻ മുജാഹിദീൻ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു 12 പേരെ കൊണ്ടുവന്നു. അവർക്കെതിരെയുള്ള കൊണ്ടുവന്ന തെളിവുകളും സാക്ഷിമൊഴികളും കുറ്റസമ്മത മൊഴികളും എല്ലാം തെറ്റാണെന്നൊരു കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ആരാണ് ഈ സ്ഫോടനം നടത്തിയത് എന്ന ചോദ്യം അവിടെ ഉണ്ടല്ലോ. ഉത്തരവില്ലാത്ത ചോദ്യമായിട്ട് നിൽക്കുകയാണത്. മക്ക മസ്ജിദ് സ്ഫോടനം ഉണ്ടായല്ലോ, ഇതുപോലെ മുസ്ലിം ചെറുപ്പക്കാരെ പീഡിപ്പിച്ച് അകത്തിട്ട കേസാണ്. ഫൈനലി അതെന്തായി? മലേഗാവിലെ സ്ഫോടനം ഉണ്ടായാലും 37 പേരെ ആണ് മരിച്ചത്. ആ കേസിലും ഇതുപോലെ മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടു. ഫൈനലി ആരായിരുന്നു? ഹിന്ദുത്വ തീവ്രവാദ ഗ്രൂപ്പുകൾ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള സ്ഫോടന പരമ്പരകളിൽ പെട്ടതാണ് മലേഗാവ് മക്ക മസ്ജിദ് സ്ഫോടനം എന്ന് വെളിപ്പെട്ട് വന്നു. അതിലെ പ്രധാന ആസൂത്രക എന്ന് ആക്ഷേപിക്കപ്പെടുന്നയാൾ ഇന്നിപ്പോൾ ലോക്സഭാംഗമായിട്ട് നിൽക്കുകയാണെന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഈ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതായത് മലേഗാവിലും മക്ക മസ്ജിദിലും മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടു പോവുകയും അവർ കുറ്റക്കാരില്ല എന്ന് കണ്ടെത്തുകയും പിന്നീടുള്ള അന്വേഷണത്തിൽ അത് ഹിന്ദുത്വ തീവ്രവാദ ഗ്രൂപ്പുകളാണ് നടത്തിയതെന്ന് കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു പുതിയ കേസിൽ കൂടി ഇവർ കുറ്റവിമുക്തരാകുന്നത്. അപ്പോൾ ആരാണ് അത് നടത്തിയത് എന്ന ചോദ്യത്തിന് ഭരണകൂടം ആൻസർ ചെയ്യണമല്ലോ. അവിടേക്ക് നമ്മുടെ ചോദ്യം എത്തുമോ? നമ്മൾ അതിനുള്ള സമ്മർദ്ദം ഉണ്ടാക്കുമോ? കോടതികൾ അതിനകത്ത് ഇടപെടുമോ എന്ന മൗലികമായ ചോദ്യമുണ്ട്. രണ്ടാമത്തേത്, ഈ തരത്തിലുള്ള എല്ലാ സ്ഫോടനങ്ങളും നമ്മൾ ഒന്ന് റീവിസിറ്റ് ചെയ്യേണ്ട സന്ദർഭമായിരിക്കും എന്ന് പറയാം. 2005 ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടാകുന്നുണ്ട്.
പിന്നീട് രാജസ്ഥാനിൽ സ്ഫോടനം ഉണ്ടാകുന്നുണ്ട്. പിന്നെ എവിടെയൊക്കെയാണ് ഈ മക്ക മസ്ജിദ് സ്ഫോടനമുണ്ട്, മലേഗാവ് ഉണ്ടാകുന്നുണ്ട്, മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, കോടതി പരിസരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രധാനപ്പെട്ട ജനങ്ങൾ ഇടപെടുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറുതും വലുതുമായ സ്ഫോടനങ്ങൾ നിരന്തരമായി ഉണ്ടായി. ഏത് UPA സർക്കാരിൻ്റെ കാലത്ത് അത് നമ്മുടെ സമൂഹ മനസ്സിലുണ്ടാക്കിയ ഇൻസെക്യൂരിറ്റി വലുതായിരുന്നു. ഈ രാജ്യം അരക്ഷിതമായിരിക്കുന്നു, ഇവിടെ തീവ്രവാദികൾ കയറി അരങ്ങ് വാഴുകയാണ് എന്ന രാഷ്ട്രീയ ആക്ഷേപം ഭരണകൂടത്തിനെതിരെ ഉണ്ടായി. അതിനുശേഷം പുതിയൊരു ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ് 10 വർഷക്കാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എവിടെയും ഒരു സ്ഫോടനം ഉണ്ടായിട്ടില്ല എന്നത് പ്രത്യേകമായി കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഈ പിടിക്കപ്പെടുന്ന കേസുകൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെന്നുള്ള വലിയ ചോദ്യം ഉയർന്നു വരാനുള്ള സന്ദർഭമാണിത്. അത് ഉയർന്നു വരുമോ എന്ന് നമുക്കറിയില്ല. ഇപ്പോഴും ഇന്ത്യൻ ജയിലുകളിൽ കിടക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും 2023 രാജസ്ഥാനിലെ മനുഷ്യർ മോചിപ്പിക്കപ്പെട്ടപ്പോഴും ആ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉയർന്നു വന്നിട്ടില്ല. ഇപ്പോൾ ആരെല്ലാം ജയിലിൽ കിടക്കുന്നു നമുക്കറിയാം. ഇന്ത്യൻ ജയിലുകളിൽ കിടക്കുന്നതിൽ 70% എബോ ആൾക്കാർ നിന്ന് വിചാരണ തടവുകാരാണ്. അതിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും ദലിതുകളോ മുസ്ലിങ്ങളായിട്ടുള്ള പ്രിവിലേജ് ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് അവർ ചെയ്ത കുറ്റം എന്താണെന്ന് പോലും അറിയില്ല. അവർക്ക് എങ്ങനെയാണ് ജാമ്യത്തിന് മൂവ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അതിനുള്ള ആൾക്കാരും ഇല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ വരുമ്പോൾ നമ്മുടെ ഡെസ്കിൽ JP യോട് സംസാരിക്കുക. JP ഈ സംഭവം ഉണ്ടാകുമ്പോൾ മുംബൈയിലാണ്. ആ മുംബൈയിലെ ഈ കേസിൽ പിടിക്കപ്പെട്ട ആളുകളുടെ ബന്ധുക്കളൊക്കെ ഇവരെ കാണാൻ വേണ്ടി വരുമായിരുന്നു. ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മനുഷ്യരൊക്കെയാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന, സ്ത്രീകളടക്കമുള്ള ആളുകൾ. ഇവരിങ്ങനെ വലിയ ISI ബന്ധവും വലിയ ലഷ്കർ-ഇ തോയ്ബ ബന്ധമുള്ള മനുഷ്യരാണെന്ന് അന്നേ സംശയിച്ചു പോയിരുന്നു. അന്നത്തെ കാഴ്ചകൾ മൊത്തം ഭയങ്കര വിചിത്രമായിരുന്നു എന്നാണ് JP പറഞ്ഞത്. അപ്പോൾ ഇത് ഭരണകൂടം ആളുകളെ ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിനകത്ത് ഇറക്കി വെക്കുന്ന, അത് എല്ലായിടത്തും എത്രയോ കാലമായിട്ട് ലോകത്താകമാനം പോലീസിൻ്റെ സ്വഭാവം ഇതാണ്. ഇന്ത്യൻ പോലീസിൻ്റെ ഏറ്റവും വലിയ മോശം വശങ്ങളിലൊന്നായിട്ട് എടുത്തു കാണേണ്ട സംഗതിയാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഫ്രെയിം ഉണ്ടാക്കുക, അതിനകത്തേക്ക് ആവശ്യമുള്ള ആൾക്കാരെ ആവശ്യമുള്ള കോംബോ നോക്കി കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ട് ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള ഏറ്റവും വിപത്കരമായ പ്രാക്ടീസിൽ ഒന്നും കൂടി എക്സ്പോസ് ചെയ്യപ്പെടുകയാണെന്ന് പറയുന്നത്. വീണ്ടും ആ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. ഇവരല്ല എങ്കിൽ പിന്നെ ആരാണിത് പൊട്ടിച്ചതെന്നതിൻ്റെ ഉത്തരം നമ്മുടെ ഏജൻസികൾ, സർക്കാർ പറയേണ്ടതുണ്ട്. ദിവസം ഈ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നൊരു ചൊല്ലുണ്ടല്ലോ. ആ രീതിയിലാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ 18 വർഷങ്ങൾക്ക് ശേഷവും ഒരു കോടതിയിൽ നിന്ന്, അതും BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ ഒരു കോടതിയിൽ നിന്ന് ഇത്തരം ഒരു നീതി ലഭിക്കുന്നതിലൊരു ആശ്വാസവുമുണ്ട്. നമ്മൾ സാധാരണ പറയുന്നൊരു വാചകമാണത്, എന്താണ് നീതിയുടെ പൊൻകിരണം തെളിഞ്ഞു എന്നൊക്കെ. എന്ത് മണ്ടത്തരാണ് നൗഫലെ പറയുന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാരെ 18 കൊല്ലം ജയിലിനകത്തിട്ടിട്ട് 18 കൊല്ലം കഴിഞ്ഞിട്ട് അവരോട് പറയാണ് പൊക്കോ. ആ മനുഷ്യർ അനുഭവിച്ച പീഡനങ്ങളുണ്ട്, അവരുടെ കുടുംബം അനുഭവിച്ച പീഡനങ്ങളുണ്ട്. അവരുടെ കുടുംബം എന്താ അനുഭവിക്കുന്നത്? അവരുടെ കുടുംബം സോഷ്യൽ എക്സ്കമ്മ്യൂണിക്കേഷന് വിധേയമാകണം. സാമൂഹികമായ ഭ്രഷ്ട്. അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവരുടെ ഭാര്യമാർക്ക്, അവരുടെ മക്കൾക്ക്, അവരുടെ ബന്ധുക്കൾക്ക് അവർക്ക് മര്യാദയ്ക്ക് അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? അവരുടെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? പഠിക്കാൻ പോകാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ, ഭാവിയെ, സ്വപ്നങ്ങളെ തകർത്ത് 12 കൊല്ലം കഴിഞ്ഞിട്ട് ഇതേ നിങ്ങൾ നിരപരാധികളാണ് പൊക്കോ എന്ന് പറയാം. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ നീതിയുടെ പൊൻകിരണം പിറന്നു എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കുക. എന്ത് മണ്ടത്തരാണത്. എനിക്ക് ഈ കേസിൽ നേരത്തെ വിചാരണ സമയത്ത് കുറ്റവിമുക്തനാകപ്പെട്ട ഒരു ചെറുപ്പക്കാരുണ്ട്, വാഹിദ് ഷെയ്ഖ്. എൻ്റെ അടുത്ത സുഹൃത്താണെന്ന് വെച്ചാൽ ഇവൻ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ സൗഹൃദം തുടങ്ങുന്നത്. അവൻ്റെ ഒരു പുസ്തകമുണ്ട്, ബേഗുന ഖെയ്ദി എന്ന് പറഞ്ഞിട്ട്. ഇംഗ്ലീഷിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇന്നസെൻറ്റ് പ്രസണർ എന്താണ് ഇംഗ്ലീഷ്. ആ പുസ്തകത്തെ മുൻനിർത്തിയാണ് 2 വർഷം മുമ്പ് ഹിമോലിംഫ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ട്. ഇപ്പം മെനിയാന്ന് വാഹിദ് ഷെയ്ഖ് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, ഹിമോലിംഫിൻ്റെ സ്ക്രീനിങ് ലണ്ടനിൽ നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ രാത്രി അവൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, വിധി വരാൻ പോവാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്. അവനനുഭവിച്ച പീഡനങ്ങളെന്താണെന്ന് എനിക്കറിയാം. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ വിധി പകർപ്പിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം നോക്കല്ലേ. നിഷാദെക്കുറിച്ച് പറഞ്ഞു, എങ്ങനെ ഈ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് 3 കാര്യങ്ങളാണ്. പിന്നെ വിറ്റ്നസ്, ഈ സാക്ഷികളുടെ മൊഴികൾ, അത് അവിശ്വസനീയമാണ്. തെളിവുകൾ അവിശ്വസനീയമാണ്. പിന്നെ കൺഫെഷൻസ്, ഈ കൺഫെഷൻസ് കൊടിയ പീഡനത്തിലൂടെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്ന് വിധി പകർപ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് ഇടിച്ച് പരുവാക്കിയിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ച് അത് കടലാസിലെഴുതി കോടതിയുടെ മുമ്പായി കൊണ്ടുവെക്കുന്നു. മക്കൾക്ക് കോടതി അതെല്ലാം അങ്ങനെ തന്നെ കേട്ട്, പ്രോസിക്യൂഷൻ മാത്രം കേൾക്കുക, ഡിഫൻസ് എന്താണെന്ന് കേൾക്കുന്നില്ല. അത് കേട്ടിട്ട് 5 പേർക്ക് വധശിക്ഷ, 7 പേർക്ക് ജീവപര്യന്തം. ഒറ്റ കാര്യം, ഈ കോടതി ഒക്കെ ഇവർക്ക് നീതി കിട്ടിയെല്ലാം ശരി, ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് കൺഫെഷൻ എടുത്തതിനെക്കുറിച്ച് കോടതി എന്താ ഒന്നും പറയാത്തത്? അങ്ങനെ നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ടോ? ഒരു കേസിൽ പ്രതികളെ ടോർച്ചർ ചെയ്യുക, എന്നിട്ട് അവരുടെ കൺഫെഷൻസ് എഴുതിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഗുരുതരമായ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്,
അപ്പോൾ 159 ആൾ പേർ കൊല്ലപ്പെടും. 156 കൊല്ലപ്പെടുന്ന ആ സ്ഫോടന ദിവസമാണ്. പിന്നീട് അതിൽ പരിക്ക് പറ്റിയ ആളുകൾ മരിക്കുന്നത് 209 ആളുകളാണ് അതിൽ ടോട്ടൽ മരിക്കുന്നത്. ഈ മരണപ്പെട്ട 209 മനുഷ്യരില്ലേ, അവരുടെ കുടുംബമില്ലേ, അവരോട് പറയണ്ട ആരാണ് ഈ തമ്മാടിത്തം, ഈ ഭീകരത, ഈ തോന്നിവാസം ചെയ്തതെന്ന് അവർക്കറിയണ്ടേ. ഇവരെല്ലാം പുറത്തിറങ്ങുമ്പോൾ ഇതവിടെ ബാക്കിയായി നിൽക്കില്ലേ. 209 മനുഷ്യരെ, സാധാരണക്കാരായ മനുഷ്യർ, വൈകുന്നേരം ജോലി കഴിഞ്ഞ് മെട്രോ ട്രെയിനിൽ, സബർബൻ ട്രെയിനിൽ കയറി വീടണയാൻ പോകുന്ന മനുഷ്യരാണല്ലോ. അവരുടെ മേലേക്കാണ് ഈ പ്രഷർ കുക്കർ ബോംബിട്ടിട്ട് പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലുന്നത്. അപ്പോൾ ഈ കുടുംബങ്ങളോട് എന്ത് പറയും? ആരാണിത് ചെയ്തത്? ഇവരെല്ലാം എന്ന് കോടതി പറയുന്നു. എങ്കിൽ ആര് എന്ന ചോദ്യമല്ലേ. ഇതിനാണ് മറുപടി കിട്ടാത്തത്. ഇതിൽ ഒന്നാമത്തെ പ്രശ്നം അത്. രണ്ടാമത്തെ പ്രശ്നം ഈ ടോർച്ചർ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ടോർച്ചർ നടത്തിയ അങ്ങാടിയിൽ നിന്നല്ലല്ലോ ടോർച്ചർ, പോലീസ് കസ്റ്റഡിയിലിരിക്കുകയാണ് ഇവർ പീഡനത്തിന് വിധേയരാകുന്നത്. അപ്പോൾ ആ പോലീസ് ടോർച്ചറിന് വിധേയമാക്കിയിട്ടാണ് കൺഫെഷൻ എടുത്തത് എന്ന് കോടതി വിധിയിലുണ്ടായിരിക്കെ അതിൻ്റെ അർത്ഥം എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ടോർച്ചർ ചെയ്തു എന്നാണല്ലോ. അങ്ങനെയാണ് നിയമവിരുദ്ധ പ്രവർത്തനമാണല്ലോ. എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കുന്നില്ല? കോടതി അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ സാഹചര്യം. അപ്പോൾ കോടതി അതേക്കുറിച്ചൊന്നും പറയാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇനിയും ഇത്തരം കേസുകൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുവന്ന് ഇടിക്കാം, പിഴിക്കാം, തൊഴിക്കാം, എന്നിട്ട് കൺഫെഷൻ എഴുതിയെടുക്കാം, കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് ഓർക്കേണ്ട ഒരു മനുഷ്യനുണ്ട് കേട്ടോ, ഷാഹിദ് ആസ്മി എന്ന് കേട്ടിട്ടുണ്ടോ? ഷാഹിദ് ആസ്മി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഇവർക്ക് വേണ്ടി ആദ്യമായിട്ട് ഈ കേസ് വക്കാലത്തെടുക്കുന്നത്. ഷാഹിദ് ആസ്മിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ബോംബെക്കാരൻ അബു ആസ്മിയിലെ സമാജ്വാദി പാർട്ടിയുടെ നേതാവ്, അദ്ദേഹത്തിൻ്റെ നെഫ്യൂ ആണ്. ഈ ചെറുപ്പക്കാരൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ 13-ാം വയസ്സിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ ചുമ്മാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ മുംബൈയിലുണ്ടായ വേറൊരു സംഘർഷത്തിൻ്റെ പേരിൽ പിടിച്ചു കൊണ്ടുപോയി തിഹാർ ജയിലിലിട്ടു. 5-8 കൊല്ലം തിഹാർ ജയിലിലായിരുന്നു. വളരെ ചെറുപ്പമായിരിക്കും. ഈ തിഹാർ ജയിലിൽ വെച്ചാണ് ഇവൻ PUCയും ലോയൊക്കെ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ്റെ തീരുമാനം, എൻ്റെ ജീവിതം ഇതേപോലെ കള്ളക്കേസിൽ കൊടുക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നുവെന്ന് തീരുമാനിച്ച് ഇത്തരം കേസുകൾ ഏറ്റെടുത്ത് വക്കീൽ പണി തുടങ്ങിയ മനുഷ്യനാണ്. 2010 ആ മനുഷ്യൻ ഈ കേസ് ഈ പറയുന്ന നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ ട്രെയിൻ ബ്ലാസ്റ്റ് കേസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒരു കോർട്ട് അപ്പിയറൻസിന് പോകാൻ വേണ്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പം വെടിയേറ്റ് മരിക്കുകയായിരുന്നു. 7 വർഷം, 32-ാമത്തെ വയസ്സിൽ. അവനെക്കുറിച്ച് സിനിമയുണ്ട്, ഷാഹിദ് എന്ന് പറഞ്ഞിട്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതും ബോളിവുഡിൽ തന്നെ ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ ഷാഹിദ് ആസ്മി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വിചാരണ അത് അപ്പിയർ വേണ്ടി പോകണം കൊല്ലപ്പെടുന്നത്. ഷാഹിദ് ആസ്മി 2008 rediff.com ഒരു അഭിമുഖം കൊടുക്കുന്നുണ്ട്. എന്താണ് ഇത്തരം അപകട സാധ്യതയുള്ള കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വക്കീൽ. ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള സമാനമായ നിരവധി സ്ഫോടന കേസുകളുടെ പ്രതികൾക്ക് വേണ്ടി വക്കാലത്തെടുത്ത ആളാണ്. അതും കൂടെ കാണണം. ഇത്തരം കേസുകൾ പ്രതികളാക്കപ്പെടുന്നവർക്ക് വക്കാലത്തെടുക്കാതിരിക്കുക, വക്കാലത്തെടുക്കരുതെന്ന് ബാർ കൗൺസിൽ പ്രമേയം പാസ്സാക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ലോകത്ത് എവിടെയും സംഭവിക്കാത്തതാണ്. ഒരാൾക്ക് ലീഗൽ ആക്സസ്, ലീഗൽ ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളത്, മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളത്, അത് ഏത് മഹാഭീകരനാണെങ്കിലും അത് കൊടുക്കുക എന്നുള്ള ലോകത്ത് എല്ലായിടത്തും എല്ലാവരും പാലിക്കുന്ന പ്രാഥമികമായ ധാർമ്മികതയാണ്, നൈതികതയാണ്. അപ്പോൾ ഇവർക്ക് വക്കാലത്തെടുക്കരുതെന്ന് പറഞ്ഞിട്ട് ബാർ യൂണിയൻ അസോസിയേഷനിൽ പ്രമേയം പാസ്സാക്കുന്ന നാടാണ് നമ്മുടെ. അവിടെയാണ് മുംബൈ പോലുള്ള നഗരത്തിൽ ഷാഹിദ് ആസ്മി ഇത്തരം കേസുകൾ വക്കാലത്തെടുക്കുന്നത്. അപ്പോൾ റീഡിഫിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആരാണ് ഈ സ്ഫോടനം നടത്തിയതെന്ന് റീഡിഫിൻ്റെ ലേഖിക ചോദിക്കുമ്പോൾ ആര് പറഞ്ഞ്, ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പണിയാണെന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ, അത് ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണല്ലോ. അങ്ങനെ ഒരു ആരോപണം ഒരു വക്കീൽ ഉന്നയിക്കുമ്പോൾ അയാൾക്കെതിരെ കേസെടുക്കണ്ടേ? അതെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 2010 ഈ മനുഷ്യൻ വെടിയേറ്റ് മരിക്കുന്നു. 7 വർഷം മാത്രമേ ആ കരിയറിൽ ഈ പ്രാക്ടീസ് നിൽക്കാൻ ഷാഹിദ് ആസ്മിക്ക് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ 7 വർഷത്തിനിടയിൽ 17 അക്യൂറ്റൽസ് നേടിയെടുത്ത മനുഷ്യനാണെന്ന് മനസ്സിലായി. 7 വർഷം കൊണ്ട് 17 ടാഡ പോട്ട ഭീകരവാദ കേസുകളിൽ 17 വ്യക്തികളുടെ അക്യൂറ്റൽ മേടിച്ചു കൊടുത്ത വക്കീലാണ് ഷാഹിദ് ആസ്മി. ഷാഹിദ് ആസ്മിയുടെ കൊലപാതകം നടക്കുന്നത് നമ്മൾ കാണേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ആ കൊലപാതകം നടക്കുന്നത്? അപ്പോഴേ മനസ്സിലാക്കും ഈ കേസ് എന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് കേസ്. പിടിച്ചിട്ടുണ്ടോ? അതായത് നേപ്പാളികളെ നേപ്പാളികളായിട്ടുള്ള ഏതോ ഒരു അണ്ടർവേൾഡ് ടീമാണെന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നത്. ഷാഹിദ് ഇന്ത്യയിലെ ഇല്ലീഗൽ ഫ്രട്ടേണിറ്റിയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരാളാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്
ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ഉദാഹരണമാണ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു കേസ് ഉണ്ടാകുന്നത്, അതിൽ പ്രതികൾ ഫ്രെയിം ചെയ്യുന്നത്, കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നത്, അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലൊടുവിൽ അത് നൗഫൽ പറഞ്ഞ മാതിരി അഹമ്മദാബാദ് ബ്ലാസ്റ്റിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു, ജയ്പൂർ ബ്ലാസ്റ്റിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു, നിരവധി ബ്ലാസ്റ്റ് നോക്കണം. ജയ്പൂർ ബ്ലാസ്റ്റിൻ്റെ കാര്യത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളാണ് പുറത്തു പോകുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളുടെ വധശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കുന്നു, അല്ലെങ്കിൽ 10 വർഷം കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഇത് അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. സമ്പൂർണ്ണമായി കുറ്റവിമുക്തരാക്കുകയാണ്. SAR ഗിലാനി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളായിരുന്നു, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, പാർലമെൻറ്റ് ആക്രമണ കേസിൽ. അദ്ദേഹത്തിന് എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തെ സമ്പൂർണ്ണമായി കുറ്റവിമുക്തനാക്കുകയാണ്. SAR ഗിലാനി, അദ്ദേഹം എനിക്ക് വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം കോഴിക്കോട് വന്നപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുകയാണ്. ഞാനാണ് കൂടെ ഉള്ളത്. ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മൾ സൈൻ ചെയ്യണമല്ലോ. അപ്പോൾ അദ്ദേഹം സൈൻ ചെയ്യുന്നില്ല, തമ്പ് ഇംപ്രഷൻ കൊടുക്കുകയാണ്. ഒരു കോളേജ് പ്രൊഫസർ സാധാരണ തമ്പ് ഇംപ്രഷൻ കൊടുക്കുകയാരാണ്? ഒപ്പിടാൻ അറിയാത്തവരല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറെന്താണ് തമ്പ് ഇംപ്രഷൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. പുള്ളിയുടെ മോനെ എനിക്ക് പേന പിടിക്കാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ മുഴുവൻ വിരലുകളും എല്ലുകളും അടിച്ച് പൾപ്പാക്കി മാറ്റുകയുണ്ട്. അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹത്തിന് പേന പിടിക്കാൻ കഴിയില്ല. ആ മനുഷ്യനെ എന്താ ചെയ്തത്? കുറ്റവിമുക്തനാക്കുക. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ്, കുറ്റവിമുക്തനാക്കുക ചെയ്തത്. ഇതാണ് നമ്മുടെ രാജ്യം, ഇതാണ് നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥ. ഇത് സംഭവിക്കുന്ന മനസ്സിലായി. 2004 UPA സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇങ്ങനെ നിരന്തരമായി ഈ സ്ഫോടനങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ആരായിരുന്നു അതിൻ്റെ ബെനിഫിഷ്യറി? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനൊന്നും നടക്കുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യമായൊരു ജിജ്ഞാസ അന്ന് അധികാരത്തിലിരിക്കുന്നവർക്ക് ഉണ്ടാവണ്ടേ? അന്ന് ചിദംബരം എന്താ ചെയ്തത്? നിരവധി തവണ മുസ്ലിം സംഘടനാ നേതാക്കൾ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, നിങ്ങൾ ശരിയാവും ഇത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തെ പോയി കാണുന്നുണ്ട്, നിവേദനം കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് ഈ വിഷയത്തെക്കുറിച്ച് ആരും സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തിൽ ധീരതയോടെ ഗൗരവത്തോടെ സംസാരിച്ച ഒരേ ഒരു പാർട്ടി CPM ആണെന്ന് പറയാം. അന്ന് CPMൻ്റെ പ്രകാശ് കാരാട്ട് നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം രാഷ്ട്രപതിയെ പോയി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സ്ഫോടനങ്ങൾ നടക്കുന്നു, മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിദംബരം ചെയ്ത അപരാധമാണ്. ഇതെങ്ങനെ നടക്കുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ, ഇതിൻ്റെ റൂട്ട് കണ്ടെത്തുവാൻ ശ്രമിക്കാതെ സ്ഫോടനം നടക്കുക, എവിടുന്നെങ്കിലും കുറേ മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് അകത്തിടുക എന്ന് പറയുന്ന ഈ കലാപരിപാടി നിരന്തരമായി തുടർന്നു. എന്നിട്ട് അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? ഈ മനുഷ്യന് തിഹാറിലെ സിമൻറ്റ് തറയിൽ കിടക്കേണ്ടി വന്നില്ല. അതിനുള്ള രാഷ്ട്രീയമായ സാഹചര്യം ഉണ്ടായിക്കൊടുത്തില്ല. ഇത് ഈ UPAയുടെ കാലം എന്ന് പറയുന്നത് അരക്ഷിതമായൊരു കാലമാണ്. അന്ന് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കണം. അതിർത്തി നിങ്ങളുടെ കയ്യിലല്ലേ, ബാങ്കുകൾ നിങ്ങളുടെ കയ്യിലല്ലേ, കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ കയ്യിലല്ലേ, കടൽ തീരങ്ങൾ നിങ്ങളുടെ കയ്യിലല്ലേ. ഓരോ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പ്രസംഗിച്ച് നടന്നതാണ്. അന്ന് അക്കാലത്ത് ഞാൻ പറഞ്ഞ ഈ മുസ്ലിം സംഘടനകളുടെ സംയുക്ത പ്രതിനിധി സംഘം രാഷ്ട്രപതിക്ക് കൊടുത്ത നിവേദനത്തിൽ, പ്രധാനമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൽ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. നടന്ന സ്ഫോടനങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷിച്ച് ധവളപത്രം പുറത്തിറക്കണം. ആര് ഈ സ്ഫോടനങ്ങൾ നടത്തി, എന്തിനു നടത്തി എന്നത് ഇപ്പോഴും വലിയ ചോദ്യമായി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഈ 12 പ്രതികളും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് തന്നെയാണ് ബാക്കിയാവുന്നത്. ഈ 209 മനുഷ്യരെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഈ മനുഷ്യരെ കൊന്ന യഥാർത്ഥ കൊലയാളികൾ എവിടെ? ആ ചോദ്യമാണ് ഉയരേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഏതായാലും ഇനിയും ജയിലിൽ കഴിയുന്ന സക്രിയ പോലുള്ള ആളുകളെ അവർക്ക് ഇനിയെങ്കിലും തിരിച്ചു വരാൻ കഴിയട്ടെ. കാര്യം കൂടി നൗഫൽ പറഞ്ഞോട്ടെ. സമാനമായും കേരളത്തിലെ മൂന്ന് ചെറുപ്പക്കാർ, ഈരാറ്റുപേട്ടയിലെ ഷാദുലി, ഷിബിലി, അൻസാർ എന്ന് പറഞ്ഞ 3 ചെറുപ്പക്കാർ ഇപ്പോഴും ഭോപ്പാൽ ജയിലിൽ കിടപ്പുണ്ട്. കേരളത്തിൽ ആരും അവരെക്കുറിച്ച് സംസാരിക്കാറില്ല. അതിൽ തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2008 മാർച്ചിലാണ് ഈ ചെറുപ്പക്കാരെ ഇവിടെ വെച്ച് സൂറത്തിൽ ഇൻഡോറിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. എന്തോ ഒരു സിമിയുമായി ബന്ധപ്പെട്ട, അതായത് സിമി വേട്ടയാണ് അന്നത്തെ പ്രധാനപ്പെട്ട കാരണം. ഈ ബോംബെ ഈ ട്രെയിൻ സ്ഫോടനത്തിൽ പ്രതികർക്കപ്പെട്ട സിമി പ്രവർത്തകരാണ് കേട്ടോ. അപ്പോൾ ഇവരെ പോലീസ് പിടിച്ച് ജയിലിലിടുന്നു. 2008 മാർച്ചിലാണ്. 2008 ജൂലൈയിലാണ് അഹമ്മദാബാദ് സ്ഫോടനം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർ പോലീസ് കസ്റ്റഡിയിൽ ജയിലിലിരിക്കുകയാണ്, അഹമ്മദാബാദ് സ്ഫോടനം ഉണ്ടാകുന്നത്. ഈ അഹമ്മദാബാദ് സ്ഫോടനത്തിൽ ഇവരെ പ്രതി ചേർത്തു. ഇവർ ജയിലിലായതിനു ശേഷം നടന്ന വേറെ 3-4 കേസുകൾ ഇവരെ പ്രതി ചേർത്തു.
ആ 3 ചെറുപ്പക്കാർ ഇപ്പോഴും ഭോപ്പാലിൽ ജയിലിൽ കഴിയുകയാണ്. നമ്മൾ സക്കരിയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, മഹദനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, രൂപേഷിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ ഷിബിലിയെക്കുറിച്ചും ഷാദുലിയെക്കുറിച്ചും അൻസാറിനെക്കുറിച്ചും ആരും സംസാരിക്കാറില്ല. ഞാൻ ഇന്നത്തെ ഈ ദിവസം ഈ മുംബൈയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെപ്പോലും കോടതി കുറ്റവിമുക്തമാക്കിയ ഈ ദിവസം ഈ ചെറുപ്പക്കാരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച്, അവർക്ക് ലഭിക്കേണ്ട നീതിയെക്കുറിച്ച് മലയാളി ഉച്ചത്തിൽ ആലോചിക്കേണ്ട ദിവസമാണ് ഞാൻ പറയും. യെസ്, മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി അവർക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം.